നമസ്കാരം, ഞാൻ രശ്മി. ഇന്ന് റെസിപ്പി വീഡിയോ ആയിട്ടൊന്നും അല്ല കേട്ടോ വന്നിട്ടുള്ളത്. ചെറിയൊരു ഇൻഫർമേഷൻ അറിയിക്കാൻ വേണ്ടി വന്നതാണ്. നിങ്ങൾ അറിഞ്ഞിട്ടില്ലെങ്കിലോ എന്ന് കരുതി. എല്ലാ വീട്ടുകാർക്കും ഉപകാരപ്രദമായിട്ടുള്ള ഒരു കാര്യമാണ്. 2026 ജൂലൈ 1 മുതൽ 30 തീയതി വരെ കേരളത്തിൽ സെൻസസ് നടക്കാൻ പോവുകയാണെന്നുള്ള കാര്യം അറിയായിരിക്കല്ലോ. അപ്പോൾ സെൻസസ് ഉദ്യോഗസ്ഥർ നമ്മുടെ വീട്ടിൽ വരും. അവർക്ക് പല ഇൻഫർമേഷൻസും കൊടുക്കേണ്ടതായിട്ടുണ്ട്. അപ്പൊ നമുക്ക് വിവരങ്ങൾ കൊടുക്കാനായിട്ടൊരു പേടിയായിരിക്കും. ഇവർ തട്ടിപ്പുകാരാണോ, ഒറിജിനൽ ആയിട്ടുള്ള ഉദ്യോഗസ്ഥരാണോ എന്നൊക്കെ ഉള്ളൊരു കൺഫ്യൂഷൻ ഉണ്ടാവും അല്ലേ. അത് മാത്രമല്ല, പല വീടുകളിലും പകൽ സമയത്തൊക്കെ പ്രായമായിട്ടുള്ളവർ മാത്രമായിരിക്കും ഉണ്ടാവുക. അപ്പൊ ശരിക്കും പറഞ്ഞാൽ അതൊരു സേഫ്റ്റി ഇഷ്യൂ തന്നെയാണ്. പിന്നെ വേറൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, മിക്കവാറും ഈ ഉദ്യോഗസ്ഥരൊക്കെ വരുന്ന രാവിലെ സമയത്തൊക്കെ ആയിരിക്കും. ആ സമയത്ത് നല്ല തിരക്കായിരിക്കും. കുട്ടികൾ സ്കൂളിലേക്ക് വിടാനുള്ള തിരക്ക്, ഓഫീസിലേക്ക് പോകാനുള്ള തിരക്ക്. അപ്പൊ ഈ ഒരു തിരക്കാണെന്നുണ്ടെങ്കിലും ഉദ്യോഗസ്ഥർ ചോദിക്കുന്ന ചോദ്യങ്ങൾക്കുള്ള ഉത്തരം കൊടുക്കാതിരിക്കാൻ നമുക്ക് കഴിയില്ല. കാരണം നിയമപ്രകാരം നമ്മൾ അതിന് ബാധ്യസ്ഥരാണ്. വിവരം നൽകിയിട്ടില്ല എന്നുണ്ടെങ്കിൽ പിഴ കൊടുക്കേണ്ടതായിട്ട് വരും. ഇനി അവരെ എതിർക്കുകയോ കയ്യേറ്റം ചെയ്യുകയോ ഒക്കെ ചെയ്യുകയാണെങ്കിൽ തടവ് ശിക്ഷ വരെ ലഭിക്കാം. 3 വർഷം വരെ തടവ് ശിക്ഷയുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള കൺഫ്യൂഷൻസ് ഒക്കെ ഒന്ന് ഒഴിവാക്കാനായിട്ട് ഉദ്യോഗസ്ഥർക്ക് നൽകേണ്ടുന്ന വിവരങ്ങൾ നമുക്ക് നേരിട്ട് തന്നെ ആപ്പ് വഴി അപ്ലോഡ് ചെയ്യാവുന്നതാണ്. നമുക്ക് എപ്പോഴാണോ സമയം കിട്ടുന്നത് ആ സമയത്ത് നമുക്കിത് അപ്ലോഡ് ചെയ്യാവുന്നതേ ഉള്ളൂ. ജൂൺ 16 മുതൽ 30 വരെയാണ് ഇതിനുള്ളൊരു സമയം. ഈ ഒരു കാര്യത്തിന് സെൽഫ് എന്യൂമറേഷൻ എന്നാണ് കേട്ടോ പറയാ. അത് നമ്മൾ ചെയ്ത് കഴിയുമ്പോൾ H എന്ന അക്ഷരത്തിൽ തുടങ്ങുന്ന ഒരു 11 അക്ക ID നമ്പർ നമുക്ക് ലഭിക്കും. അപ്പൊ സെൻസസ് എടുക്കാനുള്ള ഉദ്യോഗസ്ഥർ എന്തായാലും വരും ജൂലൈ മാസത്തിൽ. ആ സമയത്ത് ഈ നമ്പർ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുള്ള ഡീറ്റെയിൽസ് മുഴുവനും അവരുടെ ഫോണിൽ അവർക്ക് ലഭിക്കും. അപ്പൊ 1 മിനിറ്റ് കൊണ്ട് കഴിയുന്ന ഒരു കാര്യമാണ് അത്. അല്ലാന്നുണ്ടെങ്കിൽ അത്രയും സമയം നമുക്ക് പോവുകയും ചെയ്യും, നമുക്ക് സമയവും ലാഭിക്കാം. ഇനി തട്ടിപ്പുകാരാണ് വരുന്നുണ്ടെന്നുണ്ടെങ്കിൽ അവർക്ക് ഈ ID നമ്പർ കിട്ടിയതുകൊണ്ട് ഒരു കാര്യമില്ല. നമുക്ക് തിരിച്ചറിയാൻ പറ്റും ഒറിജിനൽ ആൾക്കാരാണോ തട്ടിപ്പുകാരാണോ വീട്ടിൽ വന്നിട്ടുള്ളതെന്ന്. വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു കാര്യമാണ്. ആർക്ക് വേണമെങ്കിലും ചെയ്യാം. ഒരു വീട്ടിൽ ഏതെങ്കിലും ഒരാളുടെ ഫോണിൽ ചെയ്തിരുന്നാൽ മതി. അപ്പൊ അതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് കണ്ടാലോ. ആദ്യം തന്നെ നമുക്ക് ഗൂഗിൾ സെർച്ച് എടുക്കാം. അതിൽ sc.census.gov.in എന്ന് അടിച്ചു കൊടുക്കാം. അതുപോലെ അടിച്ചു കൊടുക്കുമ്പോഴത്തേക്കും സെൻസസ് ഓഫ് ഇന്ത്യ 2027 എന്നുള്ള ഒരു പോർട്ടൽ വരും. അതെടുക്കുമ്പോൾ നമുക്കതിൽ സെൽഫ് എന്യൂമറേഷൻ ലോഗിൻ എന്ന് പറഞ്ഞിട്ട് കാണാം. അതിന് മുകളിൽ തന്നെ എഴുതി കാണിച്ചിട്ടുണ്ടാവും, ഒരു വീട്ടിലേക്ക് ഒരു ഫോണിൽ സെൽഫ് എന്യൂമറേഷൻ ചെയ്താൽ മതിയെന്ന്. ഇതിലിപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കേരളത്തിൽ ജൂൺ 16 മുതൽ 30 വരെയാണ് സെൽഫ് എന്യൂമറേഷൻ ചെയ്യാനായിട്ട് സാധിക്കുക. അത് എല്ലാ ദിവസവും രാവിലെ 6 മണി മുതൽ രാത്രി 12 മണി വരെ ചെയ്യാൻ പറ്റും. ഇനി നമുക്കിതിൽ ആ സെൽഫ് എന്യൂമറേഷൻ HLO ലോഗിൻ എന്നൊക്കെ കാണുന്നുണ്ടല്ലോ. അതിന്റെ താഴെയായിട്ട് സ്റ്റേറ്റ് /UT എന്ന് കാണുന്നുണ്ട്. അപ്പോൾ അതിൽ നമ്മൾ സ്റ്റേറ്റ് ഏതാണെന്ന് സെലക്ട് ചെയ്ത് കൊടുക്കാം. സൈഡിലുള്ള ഒരു ആരോ മാർക്കിൽ ക്ലിക്ക് ചെയ്തിട്ട് ഇത് നമുക്ക് കേരള സെലക്ട് ചെയ്യാം. എന്നിട്ട് താഴത്തെ ആ ക്യാപ്ച അതേപോലെ തന്നെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. സ്മോൾ ലെറ്ററും ക്യാപിറ്റൽ ലെറ്ററും അതേപോലെ തന്നെ ചെയ്ത് കൊടുക്കണേ. അത് കഴിഞ്ഞതിന് ശേഷം വെരിഫൈ ആൻഡ് പ്രൊസീഡ് കൊടുക്കാം. അപ്പോൾ ഇതുപോലത്തെ ഒരു വെൽക്കം മെസ്സേജ് വരും. അതിലിപ്പോൾ പറയുന്നത് ഒരു 15 മുതൽ 20 മിനിറ്റ് വരെ നമുക്കിത് ചെയ്യാനായിട്ട് സമയമെടുക്കുള്ളൂ എന്നാണ്. നമ്മൾ ഓക്കെ ബട്ടൺ പ്രസ് ചെയ്യുക. വായിച്ചു നോക്കിയിട്ട് ഇതിപ്പോൾ പറയുന്നത് ഞാൻ മുമ്പേ പറഞ്ഞിരുന്നല്ലോ, നമ്മളിത് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് SC-ID കിട്ടും. അത് എന്യൂമറേറ്റർ നമ്മളെ വീട്ടിൽ വിസിറ്റ് ചെയ്യുന്ന സമയത്ത് ആ ID കൊടുക്കാനാണ് പറയുന്നത്. നമുക്ക് ഓക്കെ ബട്ടൺ പ്രസ് ചെയ്യാം. ഇനിയിപ്പം ഇങ്ങനെ ഒരു സ്ക്രീനാണ് കേട്ടോ വരും. ഇപ്പം നമ്മൾ നേരത്തെ സെലക്ട് ചെയ്ത കേരള ഉണ്ട്. ഇനി നമ്മൾ കൊടുക്കേണ്ടത് നെയിം ഓഫ് ദ ഹെഡ് ഓഫ് ദ ഹൗസ് ഹോൾഡ് ആണ്. അതായത് നമ്മുടെ വീട്ടിന്റെ ഗൃഹനാഥന്റെ പേര് കൊടുക്കുക. ഗൃഹനാഥൻ അല്ലെങ്കിൽ ഗൃഹനാഥ പേര് കൊടുത്തു കഴിയുമ്പോൾ നെയിം കറക്റ്റ് ആയിട്ട് കൊടുക്കണം എന്നാണ് കേട്ടോ പറയുന്നത്. അല്ലെങ്കിൽ പിന്നെ നമുക്കത് ചേഞ്ച് ചെയ്യാൻ പറ്റില്ല. ഇപ്പൊ ഞാൻ അനൂപ് എന്നുള്ള ഒരു ഗൃഹനാഥന്റെ വീടിന്റെ ഡീറ്റെയിൽസ് ആണ് കേട്ടോ ചെയ്യുന്നത്. ആരാണോ ഗൃഹനാഥൻ ആ പേര് കൊടുക്കുക. ഞാനിപ്പം അനൂപ് എന്ന് കൊടുക്കുകയാണ്. ഇംഗ്ലീഷിൽ തന്നെയാണ് ടൈപ്പ് ചെയ്യുന്നത്. ഉപയോഗിക്കുന്ന മൊബൈലിന്റെ നമ്പർ കൊടുക്കുക. കാരണം നമുക്ക് OTP ഒക്കെ വരുന്ന ഇതിലേക്കായിരിക്കും. അപ്പൊ വാലിഡ് ആയിട്ടുള്ള നമ്പർ കൊടുക്കണേ. അതിനുശേഷം ഇമെയിൽ ID ആവശ്യമുണ്ടെങ്കിൽ കൊടുക്കാം, ഇല്ലെങ്കിൽ വേണമെന്നില്ല. എല്ലാം കറക്റ്റ് ആണെങ്കിൽ നമ്മൾ വെരിഫൈ ആൻഡ് പ്രൊസീഡ് എന്ന് കൊടുക്കുക. അത് ഓക്കെ എന്ന് കൊടുക്കാം. അപ്പൊ നമുക്ക് OTP സെൻഡ് ചെയ്യുന്നു പറഞ്ഞിട്ടൊരു ഡയലോഗ് വരും. അപ്പോൾ OTP കൊടുക്കുന്നതിന് മുന്നേ ഒരു കാര്യം ചെയ്യണം. നമുക്ക് ഇതിനകത്ത് നിന്ന് ലാംഗ്വേജ് സെലക്ട് ചെയ്യണം. നമുക്ക് വേണമെങ്കിൽ ഇംഗ്ലീഷിൽ തന്നെ ഡീറ്റെയിൽസ് എല്ലാം കൊടുക്കാം. ഇനി മലയാളമാണ് വേണ്ടതെങ്കിൽ മലയാളം സെലക്ട് ചെയ്യാം. അതിനുശേഷം നമുക്ക് തന്നിരിക്കുന്ന OTP കൊടുക്കാം. എന്നിട്ട് വെരിഫൈ OTP കൊടുക്കുക. ഇത് കഴിയുമ്പം എന്യൂമറേറ്റർമാർക്ക് അത് സ്ഥിരീകരിക്കാൻ വേണ്ടിയിട്ട് മാപ്പിൽ നമ്മുടെ വീടിന്റെ സ്ഥലം ഏകദേശം ഒന്ന് അടയാളപ്പെടുത്തി കൊടുക്കണം. അപ്പൊ ഇതിനകത്ത് എഴുതിയിരിക്കുന്നത് ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കിയാൽ മതി. അടുത്ത എന്താന്ന് പറയാവേ. ഓക്കെ കൊടുക്കാം. നമ്മൾ സെലക്ട് ചെയ്ത കേരള അവിടെ തന്നെ ഉണ്ട്. നമ്മൾ കേരളത്തിൽ ഏത് ജില്ലയിലാണെന്നൊന്ന് സെലക്ട് ചെയ്ത് കൊടുക്കണം. തിരുവനന്തപുരത്താണുള്ളത്. അപ്പോൾ നമ്മൾ തിരുവനന്തപുരം സെലക്ട് ചെയ്തു. എന്നിട്ട് നമ്മുടെ പിൻകോഡ് നമുക്ക് അറിയായിരിക്കുമല്ലോ, ആ പിൻകോഡും കൂടെ അടിച്ചു കൊടുക്കുക. അടുത്തതായിട്ട് നമ്മുടെ വീട്ടിനടുത്തുള്ള ലാൻഡ്മാർക്ക് എന്താണുള്ളതെന്ന് വെച്ചാൽ അതും കൊടുക്കണം. അപ്പം കുറച്ച് ഫേമസ് ആയിട്ടുള്ള പള്ളിയാണോ അമ്പലമാണോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഗവൺമെന്റ് ബിൽഡിങ്സ് ഉണ്ടെങ്കിൽ അത് കൊടുക്കാം. അതെന്താണെന്നുള്ളത് ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കണേ. ഇപ്പം നമുക്കിവിടെ ചിത്രാഞ്ജലി സ്റ്റുഡിയോ ആണ് ഇവിടെ അടുത്തുള്ളത്. അപ്പൊ അത് കൊടുക്കാം. അപ്പൊ കുറച്ച് ദൂരെയാണ്, അത്ര അടുത്തൊന്നുമല്ല, കുറച്ച് ദൂരെ
മേൽക്കൂരയാണ്, എന്നാലും അത് കൊടുത്തിരുന്നാൽ മതി. നമ്മൾ അത് അടിക്കുമ്പോൾ തന്നെ അവിടുന്ന് ഇങ്ങനെ ഓപ്ഷൻസ് ഇങ്ങനെ തരും കേട്ടോ. അപ്പൊ അതിൽ നിന്ന് ഏതാണെന്ന് സെലക്ട് ചെയ്ത് കൊടുത്തിരുന്നാൽ മതി. ഇനി ഓക്കെ കൊടുക്കുക. അപ്പൊ ഒരു മാപ്പ് വരും, എന്നിട്ട് അവിടെ തിരയുക എന്നൊക്കെ എഴുതിയിട്ടുണ്ട്. അപ്പൊ നമ്മൾ ഈ മാപ്പ് എടുക്കുന്ന സമയത്ത് നമ്മൾ കൊടുത്തിട്ടുള്ള ലൊക്കേഷനിലാണ് പോയിന്റർ വന്ന് നിൽക്കുക. അപ്പൊ ആ ബിൽഡിങ്ങിനടുത്താണല്ലോ നമ്മുടെ വീട്. ഇനി നമ്മുടെ വീടിന്റെ മുകളിലേക്ക് ഈ പോയിന്റർ എത്തിക്കുക. 2 വിരൽ വെച്ച് ആ മാപ്പ് നീക്കിയാൽ മതി. അപ്പൊ കറക്റ്റ് ആവണമെന്നൊന്നുമില്ല, ഏകദേശം ഒന്ന് ആയിരുന്നാൽ മതി. ആ മഞ്ഞ പോയിന്റർ ആണ് കേട്ടോ കൊണ്ടുവെക്കേണ്ടത്. അപ്പൊ റെഡ് കളറിലുള്ള ആ പോയിന്റർ അങ്ങോട്ടേക്ക് വന്നോളൂ. സ്ഥലം ഏകദേശം ഒന്ന് തിരഞ്ഞെടുത്ത് കഴിഞ്ഞാൽ സ്ഥലം സ്ഥിരീകരിക്കുക എന്നുള്ളത് താഴെ ഉണ്ട്. അപ്പൊ ഇംഗ്ലീഷാണ് നമ്മൾ സെലക്ട് ചെയ്തത്. ഇതൊക്കെ ഇംഗ്ലീഷിലായിരിക്കും കേട്ടോ വരും. നമ്മളിപ്പോൾ മലയാളത്തിലാണ് സെലക്ട് ചെയ്തത്, അതുകൊണ്ട് മലയാളം സ്ഥലം സ്ഥിരീകരിക്കുക ക്ലിക്ക് ചെയ്യാം. പിന്നെ ഇത് താഴെ സേവ് ചെയ്ത് അടുത്തതിലേക്ക് പോവുക എന്നുള്ളത് ക്ലിക്ക് ചെയ്യാം. അത് കഴിയുമ്പം പിന്നെയും ചോദിക്കും തിരഞ്ഞെടുത്ത സ്ഥലവുമായി തുടരണോ എന്ന് ചോദിക്കും. അപ്പൊ വേണം എന്ന് പറയണം, എങ്കിലേ നമുക്ക് ഇതെല്ലാം കംപ്ലീറ്റ് ആക്കാനായിട്ട് പറ്റുള്ളൂ. അപ്പൊ ഇംഗ്ലീഷ് ആണെങ്കിൽ യെസ് എന്ന് കൊടുക്കുക. ഇതിപ്പോൾ നമ്മൾ ചെയ്ത് ശരിയായില്ല എന്നൊരു സംശയം ഉണ്ടെങ്കിൽ പുനഃസജ്ജമാക്കുക എന്നുള്ളത് ക്ലിക്ക് ചെയ്താൽ മതി കേട്ടോ. എന്നിട്ട് നമുക്ക് വേണമെങ്കിൽ ഒന്നും കൂടെ കറക്റ്റ് ചെയ്ത് കൊടുക്കാം. ഇനി നമ്മൾ ഈ 2ാമത്തെ സെക്ഷനിലേക്കാണ് എത്തിയിട്ടുള്ളത്. സെൻസസ് വീടിന്റെ വിശദാംശങ്ങളാണ് നമ്മൾ കൊടുക്കുന്നത്. അത് വായിച്ചു നോക്കാം. കെട്ടിടത്തിന്റെ കാര്യങ്ങളാണ് കേട്ടോ പറയുന്നത്. ഇപ്പൊ നമ്മൾ ഇതിൽ കൊടുക്കേണ്ടത് നമ്മൾ താമസിക്കുന്ന വീടിന്റെ ഡീറ്റെയിൽസ് ആണ് കൊടുക്കുന്നത്. ഇപ്പൊ നമ്മൾ സ്വന്തമായിട്ടുള്ള വീടായാലും ശരി, വാടകയ്ക്ക് താമസിക്കുന്ന വീടായാലും ശരി, അത് കൊടുക്കണം. അപ്പൊ സെൻസസ് വീടിന്റെ നിലത്തിന് ഉപയോഗിച്ച പ്രധാന സാമഗ്രി, നമ്മൾ ഫ്ലോർ നിലം ചെയ്തത് എന്താണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പൊ അതിൽ നിന്ന് ഏതാണ് കറക്റ്റ് ആയിട്ടുള്ളതെന്ന് വെച്ചാൽ അത് സെലക്ട് ചെയ്ത് കൊടുക്കുക. ഇപ്പം ഇവിടെ ഉള്ളത് ടൈൽസ്, അതാണ്. അപ്പൊ അത് സെലക്ട് ചെയ്തിട്ടുണ്ട്. ഇനി അടുത്തത് ചുമരിന് ഭിത്തിക്ക് ഉപയോഗിച്ചത് സാമഗ്രി എന്താണെന്നാണ്. ഇതിലും കുറെ ഓപ്ഷൻസ് ഉണ്ട്, വായിച്ചു നോക്കാം. സിമന്റോ ചുണ്ണാമ്പ് ചാന്ത് പൂശിയ കല്ല് എന്നുള്ളതാണ് സെലക്ട് ചെയ്യുന്നത്. നമ്മൾ മിക്കവാറും എല്ലാ വീടുകളിലും ഇതായിരിക്കും ഏകദേശം. കുറച്ചുകൂടെ പഴയ വീടുകളൊക്കെ ആയിരിക്കും മണ്ണും ചുടാത്ത ഇഷ്ടികയും അങ്ങനെയൊക്കെ വരുന്നത്. അപ്പൊ അത് ഏതാണെന്ന് വെച്ചാൽ അതിനനുസരിച്ച് കൊടുക്കുക. ഇനി ഇത് വീടിന്റെ മേൽക്കൂര എന്താണെന്നാണ്. നമ്മളിപ്പം കോൺക്രീറ്റ് ആണ്, അത് കൊടുക്കുകയാണ്. ഇനിയിപ്പോൾ അത് ഷീറ്റ് ആണെങ്കിൽ അത് കൊടുക്കണം, ഓടാണെങ്കിൽ അത് കൊടുക്കാം. ഏതാണോ അതിനകത്തു നിന്നുള്ള ഓപ്ഷൻ കറക്റ്റായിട്ട് സെലക്ട് ചെയ്ത് കൊടുക്കുക. ഇതിലിപ്പം 1-2 കാര്യങ്ങളൊക്കെ കമ്പൈൻ ചെയ്തിട്ട് ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ ഏറ്റവും കൂടുതൽ ഉപയോഗിച്ച സാധനം എന്താണ് അത് എഴുതിയാൽ മതി. അടുത്തത് ഈ സെൻസസ് വീടിന്റെ അവസ്ഥ എന്താ, നല്ലതാണോ, താമസിക്കാവുന്നതാണോ, ജീർണിച്ചതാണോ എന്നുള്ളത്. നല്ലത് എന്നുള്ളത് കൊടുക്കുകയാണ്. അപ്പൊ ഇത് കറക്റ്റ് ആണെന്ന് ഉറപ്പുണ്ടെങ്കിൽ സേവ് ചെയ്ത് അടുത്തതിലേക്ക് പോകാം. തുടരണമെന്ന് താങ്കൾക്ക് തോന്നുന്നുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ വേണം എന്ന് കൊടുക്കണം. ഇനി കുടുംബത്തിലെ വിവരങ്ങളാണ് കേട്ടോ ചോദിക്കുന്നത്. കുടുംബത്തിൽ പതിവായിട്ട് താമസിക്കുന്ന ആൾക്കാരുടെ എണ്ണമാണ് ചോദിക്കുന്നത്. വീട്ടിൽ ജോലിക്ക് ആളുണ്ടെങ്കിൽ അതും കൊടുക്കണം. അപ്പൊ ഈ വീട്ടിൽ 4 ആണുള്ളത്, അപ്പൊ 4 കൊടുക്കുകയാണ്. നമ്മൾ കുടുംബനാഥന്റെ പേര് നമ്മൾ നേരത്തെ കൊടുത്തല്ലോ, അതവിടെ സെലക്ട് ആയിട്ട് വന്നിട്ടുണ്ട്, അത് നമുക്ക് ചേഞ്ച് ചെയ്യാൻ പറ്റില്ല. ഇനി ആ പേര് നമ്മൾ മലയാളത്തിൽ കൊടുക്കണം. മലയാളം അല്ലേ നമ്മൾ സെലക്ട് ചെയ്തത്, അതുകൊണ്ട് ഇതിൽ നമ്മൾ ഇംഗ്ലീഷിൽ തന്നെ അങ്ങ് ടൈപ്പ് ചെയ്താൽ മതി. അപ്പൊ മലയാളത്തിൽ ഇങ്ങനെ വരും, അപ്പൊ അത് അങ്ങ് സെലക്ട് ചെയ്ത് കൊടുത്താൽ മതി. ഇല്ലാന്നുണ്ടെങ്കിൽ സൈഡിലുള്ള ആ ഒരു കീബോർഡിന്റെ എംബ്ലം ഉണ്ടല്ലോ, അതിൽ ക്ലിക്ക് ചെയ്ത് അവിടുന്ന് നമുക്ക് സെലക്ട് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം കുടുംബനാഥൻ ആണാണോ പെണ്ണാണോ അത് കൊടുക്കുക. ഞാൻ ആണ് കൊടുക്കുന്നു. ഇതിൽ പട്ടികജാതിയോ പട്ടികവർഗമോ മറ്റുള്ളവരോ, അപ്പൊ അത് ഏതാന്ന് കൊടുക്കുക. ഇപ്പൊ മറ്റുള്ളവർ എന്നുള്ളത് കൊടുക്കുകയാണ്. അപ്പൊ കുടുംബനാഥൻ പട്ടികജാതിയോ പട്ടികവർഗത്തിലോ പെട്ടതാണോ എന്നാണ് കേട്ടോ ചോദിക്കുന്നത്. അപ്പൊ വീടിന്റെ ഉടമസ്ഥത ചോദിക്കുന്നുണ്ട്, സ്വന്തമാണോ വാടകയ്ക്കാണോ, അത് ഏതാന്ന് വെച്ചാൽ സെലക്ട് ചെയ്ത് കൊടുക്കുക. സ്വന്തം കൊടുക്കുകയാണ്. ഇപ്പൊ സ്വന്തമായിട്ട് വേറെ എവിടെയെങ്കിലും വീടുണ്ടെങ്കിലും ഇവിടെ വാടകയ്ക്ക് താമസിക്കുകയാണെങ്കിൽ വാടക എന്നാണ് കൊടുക്കേണ്ടത്. ഇപ്പൊ താമസിക്കുന്ന ഇതിന്റെ ഡീറ്റെയിൽസ് ആണ് വേണ്ടത്. പിന്നെ ഇത് ചെയ്യുന്ന സമയത്ത് എന്തെങ്കിലും സംശയം ഉണ്ടെന്നുണ്ടെങ്കിൽ ആ ബ്ലൂ കളറിൽ കാണുന്ന പതിവ് ചോദ്യങ്ങളിൽ ഒന്ന് ക്ലിക്ക് ചെയ്താൽ മതി. ഇനി ഇതിൽ താമസിക്കുവാനുള്ള മുറികളുടെ എണ്ണം ചോദിക്കുന്നുണ്ട്. ഇപ്പം ഒരു വീട്ടില് എത്ര മുറികൾ ഉണ്ട് നോക്കുന്നത്, അടുക്കള, വർക്ക് ഏരിയ, ടോയ്ലറ്റ്, പൂജാമുറി, സിറ്റ് ഔട്ട്, വരാന്ത, കോറിഡോർ, ഇങ്ങനെയുള്ളതെല്ലാം ഒഴിച്ച് ബാക്കിയെല്ലാം ഓരോ മുറികളായിട്ടാട്ടോ കണക്കാക്കുക. ബെഡ്റൂമുകളൊക്കെ ഓരോ മുറികളായിട്ടും, അതുപോലെ ഇനിയിപ്പോ സിറ്റിംഗ് റൂം ഉണ്ടെങ്കിൽ അതൊരു മുറിയായിട്ട്, ഡൈനിങ് റൂം ഉണ്ടെങ്കിൽ അതൊരു മുറിയായിട്ട്, അതുപോലെ മുകളിലത്തെ ബെഡ്റൂമോ സിറ്റിംഗ് റൂമോ ഒക്കെ ഉണ്ടെങ്കിൽ അതെല്ലാം ഓരോ മുറികളായിട്ട് കണക്കാക്കണം. ഞാനിപ്പം 5 കൊടുക്കുകയാണേ. അടുത്തത് ഈ കുടുംബത്തിൽ താമസിക്കുന്ന ദമ്പതികളുടെ എണ്ണം. ഇപ്പം ഒരു ഭാര്യയും ഭർത്താവും മാത്രമാണുള്ളെങ്കിൽ 1 കൊടുക്കാം. ഇപ്പൊ 2 ഭാര്യയും ഭർത്താവും ഉണ്ടെങ്കിൽ 2 കൊടുക്കാം. ഇതിലിപ്പോ ഭർത്താവോ ഭാര്യയോ അവിടെ സ്ഥിരമായിട്ട് താമസിക്കുന്നില്ല, വേറെ ജോലി സ്ഥലത്താണ്, ആഴ്ചയിൽ ഒരിക്കലും മാത്രമേ വരുന്നുള്ളൂ, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ 0 ആണ് കൊടുക്കേണ്ടത്. ഭാര്യയും ഭർത്താവും അവിടെ സ്ഥിരമായിട്ട് താമസിക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ മാത്രമേ 1 കൊടുക്കാവുള്ളൂ. ഇതിൽ രസകരമായിട്ടുള്ള ഒരു കാര്യമുണ്ട്. എന്താണെന്നറിയോ, ഒരാൾക്ക് 2 ഭാര്യമാരുണ്ടെങ്കിൽ അവർ ഒരുമിച്ചാണ് ആ വീട്ടിൽ താമസിക്കുന്നതെങ്കിൽ 2 ദമ്പതികൾ എന്നാണ് കേട്ടോ കൊടുക്കേണ്ടത്. അതേസമയം ഒരു സ്ത്രീക്ക് 2 ഭർത്താക്കന്മാരുണ്ട്, അവര് 3 പേരും ഒരു വീട്ടിലാണ് താമസിക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ അത് 1 ദമ്പതികൾ എന്നേ പറയുള്ളൂ. എന്തുകൊണ്ടാണെന്നറിയില്ല, അതങ്ങനെയാണ് അതിന്റെ ഒരു കിടപ്പ് വശം. ഞാൻ 1 കൊടുത്തിട്ടുണ്ട്. സേവ് ചെയ്ത് അടുത്തതിലേക്ക് പോവാണേ. വേണം ക്ലിക്ക് ചെയ്തു. ഇനി നമ്മൾ സ്റ്റെപ്പ് 4 എത്തിയിട്ടുണ്ട്.
സ്റ്റെപ്പ് 4 ചോദിക്കുന്നത് കുടുംബത്തിന് ലഭ്യമായ സൗകര്യങ്ങളാണ്. കുടിവെള്ളത്തിന്റെ പ്രധാന സ്രോതസ്, എവിടെ നിന്നാണ് നമുക്ക് കുടിവെള്ളം കിട്ടുന്നതെന്ന്. ആ ഓപ്ഷൻസ് ഒക്കെ ഒന്ന് വായിച്ചു നോക്കി ഏതാണ് നമുക്ക് ചേരുന്നത് അത് കൊടുക്കുക. ഇപ്പൊ ഇവിടെ എന്ന് വെച്ചാൽ ശുദ്ധീകരിച്ച പൈപ്പ് വെള്ളമാണ്, അപ്പൊ അത് സെലക്ട് ചെയ്യുന്നുണ്ട്. ഇപ്പൊ കുടിവെള്ള സ്രോതസ്സിന്റെ ലഭ്യത എന്ന് ചോദിക്കുന്നുണ്ട്. പരിസരത്തിനടുത്ത്, ദൂരെ എന്ന് പറയുന്നത്. അതായത് നമുക്ക് ഈ കുടിവെള്ളം കിട്ടുന്നത് നമ്മുടെ വീട്ടിന് അടുത്ത് തന്നെയാണോ അതോ ദൂരേന്ന് നമ്മൾ പോയി എടുത്തുകൊണ്ട് വരണോ എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത്. അപ്പം പരിസരത്ത് എന്നതാണ് കൊടുക്കുന്നത്, കാരണം നമ്മൾ വീട്ടിന്റെ ഉള്ളിൽ തന്നെയാണ് പൈപ്പ് ഉള്ളത്, അപ്പൊ അവിടെ തന്നെയാണ് എടുക്കുന്നത്. അതുപോലെ അടുത്തത് വെളിച്ചത്തിന്റെ പ്രധാന സ്രോതസ് വൈദ്യുതിയാണ്, അത് കൊടുക്കുകയാണ്. വേറെയും കുറെ ഓപ്ഷൻസ് ഒക്കെ ഉണ്ട് കേട്ടോ, മണ്ണെണ്ണ, സൗരോർജ്ജം എന്നൊക്കെ പറഞ്ഞിട്ട്. ഇതിലിപ്പോ സൗരോർജ്ജം എന്ന് പറയുന്നുണ്ട് കേട്ടോ. ഇപ്പൊ മിക്കവാറും എല്ലാ വീടുകളിലൊക്കെ സോളാർ പാനൽ ഉണ്ടാവും. അപ്പൊ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഏറ്റവും കൂടുതൽ നമ്മൾ ഏതാണോ ഉപയോഗിക്കുന്നത് അതാണ് കൊടുക്കേണ്ടത്. ഇപ്പം സോളാർ ഉണ്ടെങ്കിലും രാത്രിയൊക്കെ നമ്മൾ സോളാർ ആയിരിക്കില്ലല്ലോ ഉപയോഗിക്കുക, വൈദ്യുതി തന്നെയായിരിക്കുമല്ലോ ഉപയോഗിക്കുന്നത്. അപ്പൊ കൂടുതൽ സമയം നമ്മൾ ഏതാണ് ഉപയോഗിക്കുന്നത് അതാണ് കൊടുക്കേണ്ടത്. ഇനി അടുത്തത് ടോയ്ലറ്റിന്റെ കാര്യമാട്ടോ ചോദിക്കുന്നത്. അപ്പൊ അത് കുടുംബത്തിന് ഉപയോഗത്തിന് മാത്രമാണോ അതായത് വേറെ 2 ഫാമിലി ആയിട്ടൊക്കെ പങ്കിടുന്നുണ്ടോ ടോയ്ലറ്റ് എന്നതൊക്കെയാണ് ഉദ്ദേശിക്കുന്നത്. പൊതു ടോയ്ലറ്റ് ആണോ ഉപയോഗിക്കുന്നത് അതാണ്. അത് നമ്മൾ കുടുംബത്തിന്റെ ഉപയോഗത്തിന് മാത്രം എന്ന് കൊടുക്കും. ഇനി ടോയ്ലറ്റ് ഇല്ലാന്നുണ്ടെങ്കിൽ അത് അങ്ങനെ തന്നെ കൊടുക്കാം. ഇനി നമ്മൾ ഉപയോഗിക്കുന്ന ടോയ്ലറ്റിന്റെ തരമാണെന്നുള്ളതാണ്. ഇത് ഫ്ലഷ് ആണെങ്കിൽ അത് കൊടുക്കുക, അല്ലെങ്കിൽ ഇരട്ടക്കുഴി കക്കൂസ്, അതൊന്നും ഇവിടെ ഒന്നും അധികമൊന്നും ഇല്ലല്ലോ. ഇതിലിപ്പം ഫ്ലഷ് ആണ് ഇപ്പൊ നമ്മൾ മിക്കവാറും എല്ലാം അല്ലെ. അപ്പൊ അതിൽ ഏത് തരത്തിലുള്ള ടോയ്ലറ്റ് ആണെന്നാണ് ചോദിക്കുന്നത്. സെപ്റ്റിക് ടാങ്ക് ഘടിപ്പിച്ചതായിരിക്കുമല്ലോ എല്ലാത്തിലും മിക്കവാറും, അപ്പൊ അത് കൊടുക്കാം. അതുപോലെ വേറൊരെണ്ണത് ഒറ്റക്കുഴി കക്കൂസ് എന്ന് പറഞ്ഞിട്ട് ഇതിൽ ഏതെങ്കിലും ഒന്ന് മാത്രം എടുത്താൽ മതി, സെപ്റ്റിക് ടാങ്ക് മാത്രം മതി. അതുപോലെ തന്നെ സർവീസ് കക്കൂസ് എന്ന് പറഞ്ഞിട്ട് സംഭവമുണ്ട്, അതൊന്നും ശരിക്കും പറഞ്ഞാൽ ഇവിടെയൊന്നും ഇല്ല. ഇനി അടുത്തതാണ് അഴുക്ക് വെള്ളക്കുഴൽ ബന്ധിപ്പിച്ചിട്ടുള്ളതെന്ന് പറയുന്നത് വേസ്റ്റ് വാട്ടർ. അതെങ്ങനെയാണെന്നാണ്. ഇപ്പൊ മിക്കവാറും എല്ലാം മൂടിയ ഡ്രെയിനേജിനോടായിരിക്കുമല്ലോ അല്ലെ, അടച്ചു വെച്ചിട്ടുള്ള ഡ്രെയിനേജിനോട് എന്നുള്ളതാണ് സെലക്ട് ചെയ്യുന്നത്. അതുപോലെ ഇനി അടുത്തത് പരിസരത്ത് ലഭ്യമായ കുളിക്കാനുള്ള സൗകര്യം അതുണ്ടോ ഇല്ലയോ എന്നുള്ളതാണ്. അതിനും കുറെ ഓപ്ഷൻസ് ഉണ്ട്. അതിൽ നമുക്ക് കുളിമുറി സെലക്ട് ചെയ്ത് കൊടുക്കാം. അതുപോലെ അടുക്കളയുടെയും LPG കണക്ഷന്റെയും ലഭ്യത അതാണ് കൊടുക്കുന്നത്. പാചകം അടുക്കളയിലാണോ അതോ വീടിനുള്ളിലാണോ എന്നുള്ളതാണ്. അപ്പോൾ വീടിനുള്ളിലുള്ളതാണ് ഒന്നെങ്കിൽ വീടിനുള്ളിലുള്ളത്, അല്ലെങ്കിൽ പാചകം അടുക്കളയിൽ എന്നുള്ളതിൽ ഏതെങ്കിലും ഒന്ന് സെലക്ട് ചെയ്ത് കൊടുക്കാം. LPG ഇപ്പൊ അടുക്കളയിൽ വെച്ചിട്ടാണ് ഉപയോഗിക്കുന്നതെങ്കിൽ അപ്പൊ നമുക്ക് അത് കൊടുക്കാം. ഇപ്പൊ ചിലരുണ്ട് ഒറ്റ മുറി വീട്ടിൽ കഴിയുന്നത്, അപ്പൊ അത് വീട്ടിനുള്ളിലാണല്ലോ ഉള്ളത്, അപ്പൊ അത് വീട്ടിനുള്ളിലുള്ള LPG എന്ന് പറഞ്ഞ് കൊടുത്തിരുന്നാൽ മതി. അതുപോലെ പാചകം തുറസായ സ്ഥലത്താണോ, അങ്ങനെയാണെങ്കിൽ അതിലുള്ള LPG അല്ലെങ്കിൽ PNG കണക്ഷൻ. പാചകം ഇല്ലാന്നുണ്ടെങ്കിൽ പാചകം ഇല്ലാന്നങ്ങ് ക്ലിക്ക് ചെയ്ത് കൊടുത്തിരുന്നാൽ മതി. ഇനി പാചകത്തിന് ഉപയോഗിക്കുന്ന പ്രധാന ഇന്ധനം എന്താണെന്നാണ് ചോദിക്കുന്നത്. വിറകാണോ, മണ്ണെണ്ണയാണോ, LPG ആണോ, വൈദ്യുതി ആണോ. അതിലിപ്പോൾ നമ്മൾ LPG ആണ് ഉപയോഗിക്കുന്നത്, അത് ക്ലിക്ക് ചെയ്യുന്നുണ്ട്. അതെല്ലാം ഒന്ന് വായിച്ചു നോക്കണം കേട്ടോ. ഏറ്റവും കൂടുതൽ നമ്മൾ ഏതാണോ ഉപയോഗിക്കുന്നത് അതാണ് കൊടുക്കേണ്ടത്. ഇനി അതുപോലെ തന്നെ നമുക്ക് സേവ് ചെയ്ത് അടുത്തതിലേക്ക് പോവാം. അപ്പൊ അതിൽ തുടർന്ന് പോകണമെന്ന് ചോദിക്കുന്നുണ്ട്, വേണം ക്ലിക്ക് ചെയ്തു. സ്റ്റെപ്പ് 5 കുടുംബത്തിന് കൈവശമുള്ള ആസ്തികളാണ് ചോദിക്കുന്നത്. സ്വത്ത് എന്ന് പറഞ്ഞാൽ വലിയ സ്വത്തുക്കൾ അതൊന്നും അല്ല ചോദിക്കുന്നത്. നമ്മുടെ വീട്ടിലുള്ള എന്തൊക്കെ സാധനങ്ങൾ, റേഡിയോ, ട്രാൻസിസ്റ്റർ ഉണ്ടോ, അതുണ്ടെങ്കിൽ അതിലേതാണ്, പരമ്പരാഗതമായ റേഡിയോ ആണോ, സ്മാർട്ട് ഫോണിൽ ഉള്ളത് എന്തെങ്കിലും ആണോ, അങ്ങനെയൊക്കെയാണ് ഉദ്ദേശിക്കുന്നത്. ഇപ്പൊ നമ്മളത് പരമ്പരാഗതമായ റേഡിയോ സെറ്റ് അത് ഉണ്ട്, അപ്പൊ അതുകൊണ്ട് അത് ക്ലിക്ക് ചെയ്യാണ്. അതുപോലെ അടുത്തത് ടെലിവിഷൻ ഉണ്ടോ ഇല്ലയോ എന്ന്. അതിപ്പോ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് ഏത് കണക്ഷൻ ആണെന്നുള്ളത് കൊടുക്കുക. ഇപ്പൊ നമ്മളിപ്പോ കേബിൾ കണക്ഷൻ ആണെങ്കിൽ അത് കൊടുക്കാം, ഡിഷ് ആണെങ്കിൽ അത് കൊടുക്കാം. ഇപ്പൊ ടെലിവിഷനോ റേഡിയോ അങ്ങനെയൊന്നും ഇല്ലാന്നുണ്ടെങ്കിൽ ഇല്ല എന്നുള്ളത് കൊടുത്തിരുന്നാൽ മതി. അതുപോലെ ഇന്റർനെറ്റിന്റെ ലഭ്യത ഉണ്ടോ ഇല്ലയോ എന്നുള്ളതാണ്. ഇപ്പൊ ഇന്റർനെറ്റ് നമ്മൾ ഏതിലാണ് കൂടുതലായിട്ട് ഉപയോഗിക്കുന്നത് എന്നുള്ളതാണ് ഇവിടെ കൊടുക്കേണ്ടത്. അതിപ്പോ ലാപ്ടോപ്പിൽ നമ്മൾ ഇന്റർനെറ്റ് ഉപയോഗിക്കുന്നുണ്ടോ എന്നുള്ളതാണ് ചോദിക്കുന്നത്. ഉണ്ടെങ്കിൽ അത് ക്ലിക്ക് ചെയ്യാം. ഇല്ല മൊബൈലിൽ മാത്രമാണെങ്കിൽ അത് സെലക്ട് ചെയ്ത് കൊടുക്കുക. ഇതൊന്നുമില്ല, ഇന്റർനെറ്റേ ഇല്ല എന്നുണ്ടെങ്കിൽ താഴെ ഇല്ല എന്നുള്ളത് ക്ലിക്ക് ചെയ്യാം. ഇനി അടുത്തത് ലാപ്ടോപ്പ് അല്ലെങ്കിൽ കമ്പ്യൂട്ടർ ഉണ്ടോ ഇല്ലയോ എന്ന് കൊടുക്കണം. അപ്പൊ നമ്മൾ ഉണ്ടെന്ന് കൊടുക്കുക. അതിപ്പോ മുകളിൽ ഇപ്പൊ നമ്മൾ ലാപ്ടോപ്പിൽ ഇന്റർനെറ്റ് ഉപയോഗിക്കുന്നു എന്നുള്ളൊരു ഓപ്ഷൻ കൊടുത്തിട്ടുണ്ടല്ലോ. അപ്പൊ അതുകൊണ്ട് ഇനി നമ്മൾ ഇല്ലാന്ന് കൊടുക്കരുത്, ഉണ്ടെന്ന് തന്നെ കൊടുക്കാവുള്ളൂ. ഇനി അടുത്തത് ടെലിഫോൺ ഉണ്ടോ, മൊബൈൽ ഫോൺ ആണോ, അത് സ്മാർട്ട് ഫോൺ ആണോ, ഏതാണെന്നുള്ളത് കൊടുക്കുക. ഇപ്പൊ ലൈൻ മാത്രമാണെങ്കിൽ അത് കൊടുക്കുക. മൊബൈൽ ആണെങ്കിൽ ഏതാണ് മൊബൈൽ, സ്മാർട്ട് ഫോൺ ആണല്ലോ ഇപ്പൊ മിക്കവാറും എല്ലാവരുടെ കയ്യിൽ, അപ്പൊ അത് കൊടുക്കാം. സാധാരണ ആണെങ്കിൽ അത് കൊടുക്കാം. ഇനി ഇതൊന്നും ഇല്ലാന്നുണ്ടെങ്കിൽ താഴെ ഇല്ലാന്ന് ക്ലിക്ക് ചെയ്യാം. അടുത്ത വീട്ടിൽ സൈക്കിളോ സ്കൂട്ടറോ എന്തെങ്കിലും ഉണ്ടോ എന്നുള്ളതാണ്. ഇപ്പൊ സ്കൂട്ടർ ഉണ്ട്, അത് ക്ലിക്ക് ചെയ്യുന്നുണ്ട്. അതുപോലെ അടുത്ത കാറ്, ജീപ്പ്, വാൻ അത് ഉണ്ടോ ഇല്ലയോ എന്ന്. അപ്പൊ അതിൽ ഏതെങ്കിലും ഒന്നുണ്ടെങ്കിൽ ഉണ്ടെന്ന് ക്ലിക്ക് ചെയ്യാം. കുടുംബത്തിൽ പ്രധാനമായി ഉപയോഗിക്കുന്ന ധാന്യം, നമ്മൾ മിക്കവാറും അരി ആയിരിക്കുമല്ലോ കൂടുതൽ ഉപയോഗിക്കുക, അപ്പൊ അതുകൊണ്ട് അരിയാണ് ക്ലിക്ക് ചെയ്യുന്നത്. ഇപ്പൊ മൊബൈൽ നമ്പർ നമ്മൾ നേരത്തെ കൊടുത്തത് തന്നെ വന്നിട്ടുണ്ട്, നമ്മളിപ്പോൾ കൊടുക്കേണ്ട ആവശ്യമില്ല. ഇനി അതുപോലെ തന്നെ നമ്മൾ സേവ് ചെയ്ത് അടുത്തതിലേക്ക് പോവുകയാണെ. ഇപ്പൊ സ്റ്റെപ്പ് 6 എത്തി.
അപ്പോൾ നമ്മൾ കൊടുത്തിട്ടുള്ള ഡീറ്റെയിൽസ് മുഴുവനും ഇങ്ങനെ താഴോട്ട് സ്ക്രോൾ ചെയ്ത് നോക്കുക. അപ്പോൾ അതെല്ലാം കറക്റ്റ് ആണോ നോക്കുക. കറക്റ്റ് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് മുന്നോട്ട് പോകാം. ഇല്ലാന്നുണ്ടെങ്കിൽ നമുക്കത് തിരുത്താനുള്ള ഒരു ഓപ്ഷനുണ്ട്. തിരുത്തണമെന്നുണ്ടെങ്കിൽ എഡിറ്റിലേക്ക് പോവുക, ഏറ്റവും ലാസ്റ്റ് ഇതിൽ കാണുന്നില്ലേ, അതിൽ ക്ലിക്ക് ചെയ്താൽ മതി. അപ്പോൾ നമുക്ക് പുറകോട്ട് പോയിട്ട് എവിടെയാണ് എഡിറ്റ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ അവിടെ എഡിറ്റ് ചെയ്യാം. ഇനി നമുക്കിപ്പോൾ ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ ഡ്രാഫ്റ്റ് ആയിട്ട് അവിടെ സംരക്ഷിക്കാനും പറ്റും. പക്ഷെ നമുക്ക് ഇപ്പം തന്നെ അങ്ങ് സമർപ്പിക്കാം, അല്ലേ പിന്നെ നമ്മൾ മറന്നു പോകും. അപ്പോൾ അതുകൊണ്ട് തെറ്റുകളൊന്നും ഇല്ലാന്ന് ഉറപ്പുവരുത്തിയതിന് ശേഷം സ്ഥിരീകരിച്ച് സമർപ്പിക്കുക എന്നുള്ളത് ക്ലിക്ക് ചെയ്യാം. പിന്നെ ഒരു കൺഫർമേഷനും കൂടെ ചോദിക്കുക, നിങ്ങൾ കൊടുത്തത് ശരി തന്നെയല്ലേ എന്ന്. ശരിയാണെന്ന് ഉറപ്പുണ്ടെങ്കിൽ മാത്രം മുന്നോട്ട് പോകാമെന്ന് വേണമെന്ന് ക്ലിക്ക് ചെയ്യുക കേട്ടോ. നമ്മൾ ഒരു പ്രാവശ്യം കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ ഇനി നമുക്ക് മാറ്റാൻ പറ്റില്ല. അപ്പോൾ ഉറപ്പാണെങ്കിൽ മാത്രം വേണം എന്നുള്ളത് ക്ലിക്ക് ചെയ്യാം. അഥവാ തെറ്റിപ്പോയിട്ടുണ്ടെങ്കിലും കുഴപ്പമൊന്നുമില്ല. എന്യൂമറേറ്റർ വരുമല്ലോ ജൂലൈ മാസത്തിൽ, ആ സമയത്ത് നമ്മൾ ഈ നമ്പർ കൊടുക്കണമെന്ന് പറഞ്ഞില്ലേ, അപ്പോൾ പറഞ്ഞാൽ മതി ഇങ്ങനെ ഒരെണ്ണം സംഭവം തെറ്റിപ്പോയി എന്ന് പറഞ്ഞാൽ അത് അവർ കറക്റ്റ് ചെയ്തോളും. അങ്ങനെ പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇത് കറക്റ്റായിട്ട് കൊടുക്കണം എന്ന് പറയുന്നത് എന്തുകൊണ്ടാന്ന് വെച്ചാൽ ഈ വിവരങ്ങളുടെ അടിസ്ഥാനത്തിലായിരിക്കും നമ്മുടെ പ്രദേശത്തെ ഭാവി വികസന പരിപാടികളൊക്കെ നടക്കുക. എല്ലാം കഴിഞ്ഞിട്ടുണ്ട്. ഒരു ID കിട്ടിയിട്ടുണ്ട്. H എന്ന് തുടങ്ങുന്ന 11 അക്ക ഒരു ID നമ്പർ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇതാണ് നമ്മുടെ SCID. ഇനി എന്യൂമറേറ്റർ വരുന്ന സമയത്ത് ഈ ID ആണ് കൊടുക്കേണ്ടത്. ഇത് നമ്മുടെ മൊബൈലിലേക്ക് മെസ്സേജ് ആയിട്ട് വരും. അതുപോലെ മെയിൽ ID കൊടുത്തിട്ടുണ്ടെങ്കിൽ മെയിലായിട്ടും വരുവേ. ഇത്രയേ ഉള്ളൂ നമ്മുടെ സെൽഫ് എന്യൂമറേഷൻ. ഇത്രയേ ഉള്ളൂ എന്ന് പറയണ്ട. അപ്പോൾ ആകപ്പാടെ ക്ഷീണിച്ചിട്ടുണ്ടാവില്ലേ. വലിയ കുഴപ്പമൊന്നുമില്ല. ചെയ്യുന്ന സമയത്ത് നമുക്ക് അത്രയും അങ്ങോട്ട് ഇതായിട്ട് തോന്നില്ല. ഇതിപ്പോൾ നമ്മൾ ഇത്ര വിശദമായിട്ട് പറഞ്ഞുകൊണ്ടാണ് കുറച്ച് എന്തൊക്കെയോ വലിയ പ്രോസസ്സ് പോലെയൊക്കെ തോന്നുന്നത്. ഇതേ കാര്യങ്ങൾ തന്നെയാണ് നമ്മൾ വീട്ടിലെ എന്യൂമറേറ്റേഴ്സ്, അത് ടീച്ചേഴ്സ് ആയിരിക്കും വരിക, അവർ ചോദിക്കുന്നത്. അപ്പോൾ ഇതായിരിക്കും നമ്മൾ കൊടുക്കേണ്ടി വരിക. അപ്പം നമ്മുടെ സമയം ലാഭിക്കാൻ വേണ്ടി നമുക്ക് തന്നെ ചെയ്യാം എന്നുള്ളത് കൊണ്ട് കാണിച്ചതാണ്. അപ്പോൾ ഇങ്ങനെയാണ് സെൽഫ് എന്യൂമറേഷൻ ചെയ്യുക. എല്ലാവർക്കും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു കാര്യമല്ലേ. ഇനിയിപ്പോൾ ഇങ്ങനെ ചെയ്യാൻ പറ്റിയിട്ടില്ല എന്നുണ്ടെങ്കിലും പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. സെൻസസ് എടുക്കാൻ ഉദ്യോഗസ്ഥർ വരുന്ന സമയത്ത് അവർക്ക് നമ്മൾ ഡീറ്റെയിൽസ് എല്ലാം പറഞ്ഞു കൊടുത്തിരുന്നാലും മതി. പിന്നെ ഇതൊരു കൊളാബറേഷൻ ഒന്നും അല്ല കേട്ടോ. എനിക്ക് ഈ സെൻസസുമായിട്ടോ ഈ ഒരു ആപ്പുമായിട്ടോ യാതൊരു ബന്ധവുമില്ല. എൻ്റെ ഹസ്ബൻഡ് ഈ സെൻസസിൽ വർക്ക് ചെയ്യുന്നുണ്ട് എന്നതൊഴിച്ചാൽ. അപ്പം ഇങ്ങനെ ഒരു കാര്യം പറഞ്ഞ സമയത്ത് എല്ലാവർക്കും ഉപകാരപ്രദമായിട്ടുള്ള ഒരു കാര്യമാണല്ലോ എന്ന് കരുതിയിട്ട് ചെയ്ത ഒരു വീഡിയോ ആണ്. ആരും അങ്ങനെ ഒരു വീഡിയോ ചെയ്തും കണ്ടില്ല. അത് അത്രയേ ഉള്ളൂ. എല്ലാവർക്കും ഹെൽപ്ഫുൾ ആയി എന്ന് വിചാരിക്കുന്നു. അടുത്ത വീഡിയോയിൽ കാണാം. അതുവരേക്കും സ്റ്റേ ഹാപ്പി, സ്റ്റേ പോസിറ്റീവ്. ബൈ.